വിദ്യാർത്ഥികളെ എല്ലാവർക്കും ലേണേഴ്സ് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ടൈപ്സ് ഓഫ് പ്ലാൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തു. നമുക്ക് നോക്കാം എത്ര തരത്തിലുള്ള പ്ലാൻസുകളുണ്ട്. പ്രധാനമായിട്ട് നമുക്കുള്ളത് സ്ട്രാറ്റജിക് പ്ലാന്, ടാക്റ്റിക്കൽ പ്ലാന്, ഓപ്പറേഷണൽ പ്ലാന്, കണ്ടിജൻസി പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാനുകളെ നമ്മൾ കുറേ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്ട്രാറ്റജിക് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് നോക്കാം. സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരണം, ഇതൊരു ലോങ് ടൈം ആയിട്ടുള്ള പ്ലാനാണ്. നമ്മളൊരു കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട്, ഒരു കൊല്ലത്തിനോ അല്ലെങ്കിൽ 6 മാസത്തിനോ ഒരാഴ്ചയ്ക്കോ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വയ്ക്കുന്ന കാര്യങ്ങളല്ല. ലോങ് ടൈമിലേക്കായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വയ്ക്കുന്ന കാര്യങ്ങളാണ് എന്താന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് സ്ട്രാറ്റജിക് പ്ലാൻ ഔട്ട്ലൈൻ സ്റ്റെപ്പ് ഡിസൈൻഡ് വിത്ത് എ ഗോൾ ഓഫ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ ഇൻ മൈൻഡ് റാദർ ദാൻ ദോസ് ഇൻഡിവിജ്വൽ ഡിസിഷൻ. അപ്പം മെയിനായിട്ട് ഇവിടെ സ്ട്രാറ്റജി, നമ്മളൊരു സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യുന്നത് ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ആൾക്കാരെ കൺസിഡർ ചെയ്തിട്ടല്ല, ഓൾ ഓർഗനൈസേഷനെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്ട്രാറ്റജിക്കൽ പ്ലാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, മേക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ, ദർ ലോങ് റൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റജിക് പ്ലാൻ എന്താണ്, ഒരു ലോങ് റൺ ആയിട്ടുള്ള എന്താണ് പ്ലാനിങ് ആണ്. ഇത് നമുക്കൊരു 4 ഇയർ അല്ലെങ്കിൽ 5 ഇയർ ദെൻ മോർ ദാൻ ദീസ് ഇയേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കുക. ദെൻ ടോപ്പ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി പ്ലാൻ ഫോം. അപ്പോൾ ഇത് ഫോം ചെയ്യുന്ന ആൾക്കാർ ആരാണ് മറക്കരുത്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്സ് ആണ് സ്ട്രാറ്റജിക് പ്ലാനുകൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സ്ട്രാറ്റജിക് പ്ലാൻ ഉപയോഗിച്ചുകൊണ്ടാണ് താഴെയുള്ള ലോവർ ലെവൽ മിഡിൽ ലെവലുള്ള ആൾക്കാരൊക്കെ ആ സ്ട്രാറ്റജീനെ എന്ത് ചെയ്യണം, വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യണത്, പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ടോപ്പ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി പ്ലാൻ ഫോംസ് ദി ഫ്രെയിംവർക്ക് ആൻഡ് ഡയറക്ഷൻ ഫോർ ദി ലോവർ ലെവൽ പ്ലാനിങ് എന്നുള്ളതാണ് പറയണത്. ഇപ്പോൾ പറഞ്ഞതേ പോയിന്റ്. അടുത്ത എന്താണ് ഒരു സ്ട്രാറ്റജി എന്നിട്ടുള്ളത് നോക്കാം. എ സ്ട്രാറ്റജി ഈസ് എ കോംപ്രഹെൻസീവ് പ്ലാൻ ആണ്, വിശാലമായിട്ടുള്ളൊരു പ്ലാനാണ്. ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, എന്തിനു വേണ്ടിയിട്ട്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി നോക്കാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമൈൻ ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ്. ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ആ ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ് ഓർഗനൈസേഷൻ്റെ ഫിക്സ് ചെയ്യുന്നുണ്ട്. ചൂസിങ് ദി കോഴ്സ് ഓഫ് ആക്ഷൻ, ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ചൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അലോക്കേറ്റിംഗ് നെസസറി റിസോഴ്സ്, നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസുകൾ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അതിനെ അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, സ്ട്രാറ്റജി എന്താണെന്നുള്ളത് പഠിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പഠിക്കാൻ പോവാണ്, എന്താണ് ഒബ്ജക്റ്റീവ്സ്, എന്താണ് ലക്ഷ്യം. അല്ല, ഒബ്ജക്റ്റീവ്സിന് പറയുന്ന വേറൊരു പേരാണ് എയിം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നോക്കാം, ഒബ്ജക്റ്റീവ്സ് ആർ ദി ഡിസൈഡ് ആൻഡ് മാനേജ്മെന്റ് സീക്സ് ത്രൂ ഇറ്റ്സ് ഓപ്പറേഷൻ. അതായത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈഡ് എൻഡാണ്, നമുക്ക് താല്പര്യമുള്ളൊരു അവസാനമാണ്. അതായത് നമ്മളൊരു ലക്ഷ്യം തീരുമാനിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നേടിയെടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള എൻഡ് നമുക്കതിലുണ്ടായിരിക്കും. അതാണ് ഒബ്ജക്റ്റീവ്സ് ആർ ദി ഡിസൈഡ് ആൻഡ്സ് മാനേജ്മെന്റ് സീക്സ് ത്രൂ ഇറ്റ്സ് ഓപ്പറേഷൻ. സിംപിളി പറയുന്നത് എന്താണ്, ദേ ആർ വാട്ട് ദി ഓർഗനൈസേഷൻ വാണ്ട് ടു അച്ചീവ്. എന്താണോ ആ ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യേണ്ടത്, അറ്റ് ദി എൻഡ് ഓഫ് ദി ടൈമിൽ എന്താണോ ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യേണ്ടത്, നേടിയെടുക്കേണ്ടത് എന്നുള്ളത് നിർണ്ണയിച്ച് വയ്ക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുക, നമ്മൾക്ക് മെയിൻ സ്ട്രാറ്റജി ഒക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഓർഗനൈസേഷന് നമ്മളൊരു 100 കോടി പ്രോഫിറ്റിലേക്ക് എത്തിക്കണം എന്നായിരിക്കും അല്ലേ. ഇനി ആ 100 കോടി പ്രോഫിറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണ്, ഇൻക്രീസിങ് സെയിൽസ് 10%. നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസ് ഇപ്പോൾ ഉള്ളതിനേക്കാളും 10% എങ്ങനെയെങ്കിലും ഇൻക്രീസ് ചെയ്യിക്കുക. അപ്പം നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള 10 കോടി എന്ന് പറഞ്ഞ ആ ഒരു ടാർഗറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്ട്രാറ്റജി നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പറയണത്. ഓക്കെ ആണല്ലോ. എന്താണ് ഒബ്ജക്റ്റീവ്സ് ആർ ദി ഡിസൈഡ് എൻഡ്സ് ആണ്, അല്ലെങ്കിൽ വാട്ട് ദി ഓർഗനൈസേഷൻ വാണ്ട് ടു അച്ചീവ് എന്നുള്ളതാണ് എന്തെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ആസ് എ ഡാൾട്ട് MC ഫർലാൻഡ് എന്ന് പറയുന്ന ഒരാൾ അവിടെ പറയുന്നുണ്ട് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒബ്ജക്റ്റീവ്സ് ആർ ദി ഗോൾസ് ആണ്. ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ ഗോൾസ് ആണ്, അല്ലെങ്കിൽ എയിംസ് ആണ്. ഗോൾസ് ആണ്, എയിംസ് ആണ്, ഓർ പർപ്പസസ് ദാറ്റ് ഓർഗനൈസേഷൻ വിഷസ് ടു അച്ചീവ് ഓവർ വാരിയിങ് പീരീഡ് ഓഫ് ടൈം. നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പീരീഡ് ഓഫ് ടൈമിൽ നേടിയെടുക്കുന്ന ഗോളിനെയോ അല്ലെങ്കിൽ എയിമിനെയോ അല്ലെങ്കിൽ ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കീ പോയിന്റ്സുകൾ നോക്കാം. ദേ ആർ എൻഡ് പോയിന്റ് ടുവാർഡ്സ്
വിച്ച് ഓൾ ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ്. ഇതെന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഡിസേർഡ് എൻഡ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് പറയുന്നത് ദേ ആർ ദി എൻഡ് പോയിന്റ് ടുവാർഡ്സ് വിച്ച് ഓൾ ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ്. ഇനി ദേ ഡിറ്റർമൈൻ വാട്ട് നീഡ്സ് ടു ബി ഡൺ. ഇത് എന്തിനു ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, എന്താണ് നമുക്ക് ആവശ്യമുള്ളത്, ഏതാ വാട്ട് നീഡ്സ് ടു ബി ഡൺ, നമുക്ക് എന്ത് ആവശ്യമാണ് നേടിയെടുക്കേണ്ടത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടി ഒബ്ജക്റ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദേ ആർ സെറ്റ് ദി ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ഇതും സെറ്റ് ചെയ്യണത് ആരാണ്, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണത് ആരാണ്, ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ്. ദെൻ ഡിസൈഡ് ഫോർ ദി മിഷൻ ഓർ ഫിലോസഫി ഓഫ് ദി ബിസിനസ്. ഡിസൈഡ് അല്ല സോറി, ഡിറൈവ്ഡ് ഫ്രം. ഇത് എവിടെ നിന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന സംഭവം ഡിറൈവ് ചെയ്തിട്ടുള്ളത്, ഏതാണ്, മിഷൻ ഓർ ഫിലോസഫി ഓഫ് ദി ബിസിനസ്. മിഷൻ ഓർ ഫിലോസഫി ഓഫ് ദി ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കോൺസെപ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ നിലവിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാം ടാക്ടിക്കൽ പ്ലാൻ. അല്ലെ, ടാക്ടിക്കലായിട്ട് നമ്മൾ പ്രവർത്തിക്കാന്നൊക്കെ പറഞ്ഞിട്ടില്ല. ടാക്ടിക്കൽ പ്ലാൻസ് യൂഷ്വലി എന്താണ്, സ്പാൻ ഓഫ് 1 ഇയർ. നമ്മൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന പ്ലാനുകളെ വിളിക്കുന്ന പേരാണ് എന്താണെന്നുള്ളത്, ടാക്ടിക്കൽ പ്ലാൻ എന്നുള്ളത്. ദേ ഫോക്കസ് ഓൺ ദി വാട്ട് ലോവർ ലെവൽ യൂണിറ്റ് വിത്തിൻ ഡിവിഷൻ മസ്റ്റ് ഡു. എന്താ ലോവർ ലെവലുള്ള ആൾക്കാർ എന്താണ് അവിടെ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഇതൊരു ഷോർട്ട് ടൈം ആയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ മെയിനായിട്ട് എവിടെ ഉണ്ടായിരിക്കുക, ലോവർ ലെവലും മിഡിൽ ലെവലൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എന്താണ് ദേ ഫോക്കസ് ഓൺ വാട്ട് ലോവർ ലെവൽ യൂണിറ്റ് വിത്തിൻ ഡിവിഷൻ മസ്റ്റ് ഡു ആൻഡ് ഹൗ ദേ മസ്റ്റ് ഡു ഇറ്റ്. എങ്ങനെയാണത് അവർ ചെയ്ത് തീർക്കുക. ദെൻ ഹൂ ഈസ് റെസ്പോൺസിബിൾ, ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ ടാക്ടിക്കൽ പ്ലാനിൽ എന്തുണ്ടായിരിക്കും, പറയുന്നുണ്ടായിരിക്കും. ടാറ്റിക്സ് ആർ ദി മീൻസ് ടു ഇംപ്ലിമെൻറ്റ് സ്ട്രാറ്റജി എഫിഷ്യൻ്റ്ലി. ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രാറ്റജി എഫിഷ്യൻ്റായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ടാറ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പ്ലാൻ നോക്കാം, അവിടെ ഓപ്പറേഷണൽ പ്ലാൻ ആണ്. ഓപ്പറേഷണൽ പ്ലാൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സിംഗിൾ. ഇത് 2 തരത്തിലുണ്ട്. ഒന്ന് സിംഗിൾ യൂസ് പ്ലാനും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡിങ് പ്ലാനും ഉണ്ട്. സിംഗിൾ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഡെവലപ്ഡ് വൺ ടൈം ഇവൻറ്റ് ഓർ പ്രൊജക്റ്റ്. അല്ലേ, നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പ്ലാൻ നമുക്ക് ഒരൊറ്റ തവണ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയുള്ള പ്ലാനുകളെയാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി യൂസ്ഡ് ഇൻ നോൺ റിക്കറിങ് സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ ബഡ്ജറ്റ്, നമുക്ക് പിന്നെയും നടക്കാത്തത് നോൺ റിക്കറിങ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാത്ത കാര്യങ്ങൾ, അതായത് നോൺ റിക്കറിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഏതൊക്കെയാണ് സിറ്റുവേഷൻ, ബഡ്ജറ്റ്സ്, പ്രോഗ്രാംസ്, പ്രൊജക്റ്റ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിലൊക്കെയാണ് നമ്മൾ എന്ത് പ്ലാൻ, സിംഗിൾ യൂസ് പ്ലാൻ ഉപയോഗിക്കുന്നത്. ഇനി സ്റ്റാൻഡിങ് പ്ലാൻസ് ഉണ്ട്, യൂസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ റെഗുലർലി ഓവർ ടൈം. ഇതെന്താണ്, റെഗുലറായിട്ട് നടക്കുന്ന പ്ലാനുകളെയാണ് ഇതെന്ന് പറയുന്നത് സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറയുന്നത്. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തവണ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, റെഗുലറായിട്ട് നടക്കില്ല. അതിന് റെഗുലറായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്ലാൻ പിന്നെയും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറയുന്നത്. യൂസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ റെഗുലർലി ഓവർ ടൈം. ഇൻക്ലൂഡ് എന്തൊക്കെയാണ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ്, റൂൾസുകളൊക്കെയാണ് കേട്ടോ. അതാണ്. അപ്പോൾ സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചസുകളൊന്നും വരാത്ത പ്ലാനുകളാണ്. സോ ഈ പ്ലാനുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് നമുക്ക് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന പ്ലാനുകളാണ്. സോ അതിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റാൻഡിങ് പ്ലാനുകളുടെ അണ്ടറിൽ വരുന്നതാണ് എന്തൊക്കെയാണ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ്, റൂൾസ് തുടങ്ങിയൊക്കെ. അപ്പോൾ നമുക്കിനി ഇതെല്ലാം 1, 2, 3, 4 കാര്യം നമുക്ക് ഒന്നുകൂടി ഡീപ്പായിട്ട് നോക്കിയാലോ. നോക്കാം, എന്താണ് ബഡ്ജറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഈസ് എ ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്രസ്ഡ് ഇൻ റിസൾട്ട്. അല്ലേ, നമ്മൾ ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെൻറ്റിലാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ബഡ്ജറ്റ് നമ്മൾ കാണാറുള്ളത്. കേരള ബഡ്ജറ്റ്, അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് എന്നൊക്കെ കിട്ടണം. അതൊക്കെ നമുക്കൊരു ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും അവർ പ്രോപ്പറായിട്ട് പറയുന്നുണ്ടായിരിക്കുക. അവർ നമ്മൾ എന്താ ബഡ്ജറ്റിൽ പറയുന്നുണ്ടായിരിക്കുക, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് ആയിരിക്കും നമ്മൾ ആ ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്ത് വയ്ക്കുന്നുണ്ടായിരിക്കുക. ഇത്രയും വർഷം കഴിഞ്ഞ് ഇത്രയും കോടി രൂപ ഇത്ര കാര്യത്തിൽ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കോടി രൂപ നമുക്ക് തിരിച്ച് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബഡ്ജറ്റിൽ നമ്മൾ പറയാറുള്ളത്. അതാ പറഞ്ഞത്, ബഡ്ജറ്റ് ഈസ് എ ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ന്യൂമറിക്കൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ബഡ്ജറ്റ് ഈസ് എ ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ റിസൾട്ട് ആണ്. ഫോർ എക്സാമ്പിൾ എന്ത് ബഡ്ജറ്റാടാ, സെയിൽസ് ബഡ്ജറ്റ്. ഇനി കൂൺസ് ആൻഡ് ഓഡോണയിൽ ബഡ്ജറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എ ബഡ്ജറ്റ് ഈസ് എ പ്ലാൻ, ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഈസ് എക്സ്പ്രസ്ഡ് റിസൾട്ട് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. കാരണം ബഡ്ജറ്റിന് പറഞ്ഞാൽ എപ്പോഴും അവിടെ നിന്നുണ്ടായിരിക്കും ന്യൂമറിക്കൽ ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ജോർജ് ഇൻഡറി എന്താ പറഞ്ഞിട്ടുള്ളത്, എ ബഡ്ജറ്റ് ഈസ് എ എസ്റ്റിമേറ്റ് ഫോർ ഫ്യൂച്ചർ നീഡ്സ് ആണ്, ഓർഗനൈസ്ഡ് സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസേഷൻ ടു കവർ സം ഓർ ഓൾ ആക്ടിവിറ്റീസ് ഓഫ് എ എൻ്റർപ്രൈസസ് ഫോർ ദി സ്പെസിഫിക് പീരീഡ് എന്നുള്ളതാണ് ആര് പറയണത്, ജോർജ് ടെറി പറയണത്. ഈ ഡെഫിനിഷൻസ് ഒന്നും നിങ്ങൾ ബൈ ഹാർട്ടൊന്നും ചെയ്ത് വെക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. 2-3 തവണ വായിച്ച് നോക്കുക. ഒരാളുടെ പേരിൽ അതൊന്നും എന്തെങ്കിലും
മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആൾ പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് സ്ട്രൈക്ക് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് എക്സാമിന് സിമ്പിളായിട്ട് കിട്ടും. നെക്സ്റ്റ് ബഡ്ജറ്റ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നോക്കാം എന്താണ് പ്രോഗ്രാംസ് എന്നുള്ളത് നോക്കാം. പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാംസ് ആർ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി പ്രൊജക്റ്റ്, അല്ലെ ഒരു പ്രൊജക്റ്റിനെയോ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രോഗ്രാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഔട്ട്ലൈൻ, ഒരു ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു ഔട്ട്ലൈനെയാണ് നമുക്ക് എന്ത് പറയുക പ്രോഗ്രാംസ് എന്ന് പറയാം, അല്ലെ. ഔട്ട്ലൈൻ, ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ്, ടാസ്ക് ആൻഡ് റിസോഴ്സസ് ഒക്കെയാണ്. അതായത് എന്തിൻ്റെയൊക്കെ ഔട്ട്ലൈൻ ആണെന്നാ പറയണത് പ്രോഗ്രാം എന്ന് പറയണത്? ഒബ്ജക്റ്റീവ്സിൻ്റെ ഔട്ട്ലൈൻ ആവാം, പോളിസിയുടെ ഔട്ട്ലൈൻ ആവാം, പ്രൊസീജിയേഴ്സിൻ്റെ, റൂൾസിൻ്റെ, ടാസ്ക്സിൻ്റെ, ഇതിൻ്റെ ഒക്കെ ഒരു എന്തായിട്ട് വരാമെന്നാണ് പറയണത്? ഇതിൻ്റെ ഒക്കെ ഒരു ഔട്ട്ലൈൻ ആയിട്ട് വരാം എന്തെന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമ്പിൾ എന്താ? പ്രോഗ്രാംസ് ഫോർ കൺസ്ട്രക്ടിങ് എ ഷോപ്പിംഗ് മാൾ, ഓപ്പണിങ് എ ന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. അതൊക്കെ നമ്മൾ എന്താണ് ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യേണ്ടതായിരിക്കാം. എ പ്രോഗ്രാം ഈസ് എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു ഇംപ്ലിമെൻറ്റ് പോളിസീസ് ആൻഡ് അക്കംപ്ലിഷ് ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. അലൻ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് എന്താണ്? എ പ്രോഗ്രാം ഈസ് എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്, കുറേ ആക്ടിവിറ്റികളുടെ ഒരു സീക്വൻസ് ആണ്. ഡിസൈൻഡ് ടു ഇംപ്ലിമെൻറ്റ് ദ പോളിസീസ് ആൻഡ് അക്കംപ്ലിഷ് ഒബ്ജക്റ്റീവ്സ്. ഇത് എന്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഇംപ്ലിമെൻറ്റ് ദി പോളിസീസ് ആൻഡ് അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ്. പോളിസീസുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ എന്താണോ പ്രോപ്പറായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്ട്രാറ്റജി അത് എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് എന്താണ് ഒരു പ്രൊജക്റ്റ് എന്നുള്ളത് നോക്കാം. എ പ്രൊജക്റ്റ് ഈസ് എ കോംപ്ലക്സ് സെറ്റ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ്. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഭയങ്കര കോംപ്ലക്സ് ആണ്. സോ കോംപ്ലക്സ് സെറ്റ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. വിത്ത് എ ഡിസ്റ്റിങ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് എ ഡിഫൈൻഡ് കംപ്ലീഷൻ പീരീഡ്. ഇതിന് എന്തുണ്ടായിരിക്കും? പ്രൊജക്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കംപ്ലീഷൻ പീരീഡ് ഉണ്ടാവും. 5 ഇയർ അല്ലെങ്കിൽ 10 ഇയർ, 1 ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഒരു കംപ്ലീഷൻ പീരീഡ് നമ്മുടെ പ്രൊജക്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ പറയുന്നത്? പ്രൊജക്റ്റ് ഈസ് എ കോംപ്ലക്സ് സെറ്റ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് എ ഡിഫൈൻഡ് കംപ്ലീഷൻ പീരീഡ് ആണ് അതിൽ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ടിങ് എ ന്യൂ പ്ലാന്റ്, പ്രൊമോട്ടിങ് എ ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് ബിൽഡിങ് എ ഡാം എന്നുള്ളതൊക്കെ അതിൽ എക്സാമ്പിളിൽ വരും. പ്രൊജക്ട് പ്ലാൻസ് ആർ മോർ സ്പെസിഫിക് ദാൻ പ്രോഗ്രാം. പ്രൊജക്ട് പ്ലാൻസ് പ്രോഗ്രാംസിനേക്കാളും കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നിൽക്കുന്നതാണ് പ്രൊജക്ട് പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രോഗ്രാം പോലെയല്ല, അതിനേക്കാളും സ്പെസിഫിക് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അടുത്താണ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസീസ് ആർ ജനറൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഗൈഡിങ് തിങ്കിങ് ആൻഡ് ഡയറക്റ്റിംഗ് ആക്ഷൻ, അല്ലേ. ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം. പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് ആൻഡ് ദാറ്റ് ഗൈഡിങ്, അത് ഗൈഡ് ചെയ്യുന്നുണ്ട് തിങ്ക് ചെയ്യാനും ആൻഡ് ഡയറക്റ്റ് ആക്ഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും പോളിസി എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാണ്? റിക്രൂട്ട്മെന്റ് പോളിസി, പ്രൈസിങ് പോളിസി, അല്ലേ. ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് എന്ത് ചെയ്യാൻ ദാറ്റ് ഗൈഡ് തിങ്കിങ് ആൻഡ് ഡയറക്റ്റ് ആക്ഷനാണ് സഹായിക്കുന്നത്. നമ്മുടെ ബിസിനസ്സിലുള്ള എന്തൊക്കെ കാര്യങ്ങളോ അങ്ങനത്തെ വരുന്നത് ഒന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക, പ്രൈസിങ് പോളിസീസുകൾ എടുക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പോളിസീസ് എന്ന് പറയുന്നത്. പോളിസി എന്ന് പറഞ്ഞാൽ മറക്കരുത് എന്താണ്? ഇറ്റ്സ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ കോൺസെന്റ് ഓർ ഡൊണൈൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിട്ടുണ്ട്, പോളിസീസ് ആർ ജനറലി സ്റ്റേറ്റ്മെന്റ് ഓർ അണ്ടർസ്റ്റാൻഡിങ്സ് ദാറ്റ് ഗൈഡ് ഓർ ചാനൽ തിങ്കിങ് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. എനിക്ക് ഈ പോയിന്റ്സ് പറയുന്നുണ്ട്. ഫെസിലിറ്റേറ്റ് അച്ചീവ്മെന്റ് ഓഫ് പ്രീഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ്, ഡിറ്റർമിൻ ഹൗ വർക്ക് ഈസ് ടു ബി ഡൺ, ഔട്ട്ലൈൻ ദി മോഡ് ഓഫ് അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്സ്, ഫോർമുലേറ്റഡ് ഓർ അറ്റ് ഓൾ ലെവൽ ഓഫ് മാനേജ്മെന്റ്, ഡിറൈവ്ഡ് ഫ്രം ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. ജസ്റ്റ് എന്ത് ചെയ്യുക, അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. പോളിസി എന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നുള്ളത് ക്ലിയർ ആക്കി വയ്ക്കുക. നെക്സ്റ്റ് നോക്കാം. സർവീസ് എ ഗൈഡ് ടു തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്, പോളിസിയുടെ കണ്ടിന്യൂഷൻ ആണ്. ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സർവീസ് എ ഗൈഡ് ടു തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സ്പ്രസ് ആസ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഫ്ലെക്സിബിൾ ഇൻ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, അലോ സം ഡിസ്ക്രിയേഷൻ, അതിൽ പാർട്ട് ഓഫ് ദി സ്ട്രാറ്റജിക് പ്ലാൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ കീ പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെയാണ് നമ്മുടെ പോളിസി എന്ന് പറഞ്ഞാലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. പ്രൊസീജിയേഴ്സ് ആർ ദി റുട്ടീൻ സ്റ്റെപ്പ് ഫോർ പ്രിപ്പയറിംഗ് ആക്ടിവിറ്റീസ്. നമ്മൾ റുട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റുട്ടീൻ സ്റ്റെപ്പാണ് ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന റുട്ടീനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്സിനാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ടെറി എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട്, എ പ്രൊസീജിയർ ഈസ് എ സീരീസ് ഓഫ് റിലേറ്റഡ് ടാസ്ക്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഒരു സീരീസ് ഓഫ് ഒരു കളക്ഷൻ ഓഫ് അല്ലെങ്കിൽ സീരീസ് ഓഫ് റിലേറ്റഡ് ടാസ്ക് ഉണ്ടായിരിക്കും. ദാറ്റ് മേക്ക് അപ്പ് ദി chronological sequence and the established
വേ ഓഫ് പെർഫോമിങ് ദി വർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്? ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗുഡ് എൻവയോൺമെൻറ്റ് ഓർഗനൈസേഷൻ സംബന്ധിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റുട്ടീൻ സ്റ്റെപ്പ് ഫോർ പെർഫോമിങ് ആക്ടിവിറ്റീസ് എന്നുള്ളതാണ്. ഇനി എന്താണ് മെത്തേഡ്സ് എന്ന് നോക്കാം. മെത്തേഡ്സ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ് വേ ഫോർ അക്കംപ്ലിഷിങ് ജോബ്സ്. നമുക്കറിയാം പല മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ളതാണ്, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള വേ ആണ്. ഇതിൻ്റെ കീ പോയിന്റ്സുകൾ പറയുന്ന റിക്വയർ സ്റ്റാൻഡേർഡൈസേഷൻ, നല്ല സ്റ്റാൻഡേർഡൈസേഷൻ ആവശ്യമുണ്ട്. അതിൽ ബേസ്ഡ് ഓൺ ദി റിസർച്ച് ആൻഡ് അനാലിസിസ്, നമ്മുടെ മെത്തേഡ്സുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്താണ്? ഒരു റിസർച്ചിൻ്റെ അനാലിസിസ് എല്ലാം ചെയ്തുകൊണ്ടാണ്. പിന്നെ അതുപോലെ ഇവിടെ പെനാൽറ്റി ഒന്നുമില്ല. നമ്മൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല? പെനാൽറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല. റിലേറ്റഡ് ടു ഫിസിക്കൽ ഓർ ഓപ്പറേഷണൽ ടാസ്ക് എന്തുണ്ട്? ഇവർക്ക് എന്തുണ്ട്? ഫിസിക്കൽ ആൻഡ് ഓപ്പറേഷണൽ ടാസ്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ വരുന്നത്. ഇതാണ് നമ്മൾ പഠിക്കുന്നത് മെത്തേഡ്സിലാണ് പറയുന്നത്. ഇവിടെ ഫിസിക്കൽ ആൻഡ് ഓപ്പറേഷണൽ ടാസ്കുകൾ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. ലോജിക്കൽ ആൻഡ് റേഷണലാണ് ഇത് നോ ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് കൺട്രോളുമായിട്ട് എന്തില്ല? പ്രോപ്പർ കണക്ഷൻ, ഒരു റിലേഷൻഷിപ്പ് അവിടെ വരുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അവിടെ റൂൾസ് എന്താണ്? റൂൾസ് ആർ ദി സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ഇൻഡിക്കേറ്റിംഗ് വാട്ട് മസ്റ്റ് ഓർ വാട്ട് മസ്റ്റ് നോട്ട് ബി ഡൺ. എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടാത്തത് എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് എഴുതി തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലേ, നമ്മളെല്ലാവരും ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്നുണ്ടായിരിക്കും പ്രോപ്പർ ആയിട്ടുള്ള റൂള് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നോ സ്മോക്കിംഗ്, നോ അഡ്മിഷൻ, വിത്തൗട്ട് പെർമിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡുകളൊക്കെ കാണാം. ഇതൊക്കെ എന്താണ്? ആ ഓർഗനൈസേഷൻ്റെ റൂളായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇതിൻ്റെ കീ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ നമ്മൾ ഗൈഡ് ചെയ്യുന്നു. ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളത് ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്പെസിഫിക് ആൻഡ് റിജിഡ് ആണ്, അല്ലേ? നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്കായിട്ട് അതിന് ചേഞ്ച് വരുത്താനും പറ്റില്ല. ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ഒരു റിജിഡ് ആയിട്ടുള്ള കാര്യമാണ്. തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡിസിപ്ലിൻ, ഓർഗനൈസേഷൻ ഡിസിപ്ലിൻ ഉറപ്പ് വരുത്തുന്നുണ്ട്. അതുപോലെ ക്യാരി പെനാൽറ്റീസ് ഓർ വയലേഷൻ. ഇതെന്തെങ്കിലും നമുക്കറിയാം റൂൾസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും? അല്ല, ഹെൽമെറ്റ് വെച്ചിട്ട് വണ്ടി ഓടിക്കാവൂ എന്ന് പറഞ്ഞ റൂൾ ഉള്ളതുകൊണ്ട് അത് വയലേറ്റ് ചെയ്ത് അപ്പം തന്നെ ക്യാമറ അല്ലെങ്കിൽ പോലീസ് പിടിച്ച് ഫൈൻ അടയ്ക്കും, അല്ലേ? അതാണ് പറയുന്നത്. ഇതെന്താണ്? ക്യാരി പെനാൽറ്റീസ് ഫോർ വയലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. ഇതിന് അസോസിയേറ്റഡ് വിത്ത് കൺട്രോളുമായിട്ട് അസോസിയേഷൻ ഉണ്ട്. ഒഫീഷ്യൽ ആൻഡ് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്, റൂൾസിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തൊക്കെ പഠിച്ചിടോ? ബഡ്ജറ്റ്, പ്രോഗ്രാം, പോളിസീസ് എന്താണെന്ന് പഠിച്ചു, റൂൾ എന്താണെന്ന് പഠിച്ചു, പ്രൊസീജിയർ എന്താണെന്ന് പഠിച്ചു. ഓക്കെ ആണല്ലോ? അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അടുത്ത പ്ലാനാണ് കണ്ടിൻജൻസി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടിൻജൻസി പ്ലാൻ എന്ന് പറഞ്ഞാൽ പേരിലുണ്ട്. കണ്ടിൻജൻസി പ്ലാൻ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പ്ലാൻ ഉണ്ടാക്കലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കണ്ടിൻജൻസി എന്ന് പറഞ്ഞാൽ മലയാളം സാഹചര്യം എന്നാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് സിറ്റുവേഷൻ എന്നൊക്കെ പറയാൻ സാധിക്കും. കണ്ടിൻജൻസി പ്ലാൻ ആർ ഡെവലപ്ഡ് ഫോർ സിറ്റുവേഷൻസ് വേർ ദി ഒറിജിനൽ പ്ലാൻ ബിക്കം ഇൻഅഡ്വക്കേറ്റ് ഡ്യൂ ടു ചേഞ്ചിങ് സർക്കിംസ്റ്റാൻസസ്. നമുക്കറിയാം എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന എൻവയോൺമെൻറ്റിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക്, കാരണം ഇപ്പോൾ കോവിഡ് പെട്ടെന്ന് വന്നു, അല്ലേ? നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നില്ല, ഇവർ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാക്കിയതാണ്. സോ അതിനനുസരിച്ച് നമ്മുടെ പ്ലാനിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ എല്ലാ ബിസിനസ് സ്ഥാപനത്തിനും അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിൻജൻസി പ്ലാൻ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കണം? പ്ലാൻ ഉണ്ടാക്കാനുള്ള കഴിവ് വേണം, പ്ലാനുകൾ ഉണ്ടായിരിക്കണം. സോ അങ്ങനെയുള്ള പ്ലാനുകൾ വിളിക്കുന്ന പ്ലാനാണ് കണ്ടിൻജൻസി പ്ലാൻ എന്ന് പറഞ്ഞാൽ. അതാണ് പറയുന്നത് കണ്ടിൻജൻസി പ്ലാൻസ് ആർ ഡെവലപ്ഡ് ഫോർ സിറ്റുവേഷൻ വേർ ദി ഒറിജിനൽ പ്ലാൻ ബിക്കം ഇൻഅഡ്വക്കേറ്റ് ഡ്യൂ ടു ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നമ്മൾ എന്താ പഠിച്ചത്? വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വളരെ വൃത്തിക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ.